പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ മാസത്തിലേക്ക് അല്ലേ ഇന്ന് നോക്കിയ സഹോദരങ്ങൾ, നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പലരും എന്നോട് ഈ ദിവസങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചില തഴക്കദോഷത്തിന്റെ മേഖലകളൊക്കെ ഉണ്ട്, അലസതയുടെ, മടിയുടെ. അപ്പൊ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഈ ഒരു മാസം പ്രാവർത്തികമാക്കാൻ വേണ്ട ദൈവകൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൊക്കെ അവർ ചെയ്യുന്നതെന്നാണെങ്കിൽ നാളെ ഞാൻ ബലിയർപ്പണം മുടങ്ങില്ല, നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ബലിയർപ്പണം മുടങ്ങില്ല. ഒരു 10 മാസത്തേക്കുള്ള പ്രതിജ്ഞയല്ല, ഓരോ ദിവസത്തേക്ക് വേണ്ട തീരുമാനങ്ങൾ എടുത്ത് അങ്ങനെ ഒരു മാസം പ്രിയ സഹോദരങ്ങൾ കൃപയിലേക്ക് കർത്താവ് മാറ്റും. അപ്പോൾ ഈ ഒരു മാസം ബലിയർപ്പണം മുടങ്ങില്ല എന്നുള്ള തീരുമാനമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നാളെ ഞാൻ ബലിയർപ്പണം മുടങ്ങില്ല, ഇന്നെടുക്കുന്നത് നാളെ. അപ്പോൾ ഇന്ന് ഈവനിങ് ഒക്കെ തുടങ്ങിയതിന് വേണ്ടി ഒരുങ്ങണം നാളത്തെ ബലിയർപ്പണത്തിന് വേണ്ടി. എത്ര മഴ പെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും നമ്മളതൊരു ബലിയർപ്പണത്തിന് പോവുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം. അതുപോലെ ഏത് തീരുമാനം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നിശ്ചയമായിട്ട് എല്ലാ ദിവസവും ചെയ്യും. അതുള്ളത് ഇന്ന് ഞാൻ ചെയ്യും, അതുപോലെ നാളെ ഞാൻ ചെയ്യും, ഇന്നും നാളെ, അത്രയും ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. കർത്താവ് അത് കൃപയാക്കിയിട്ട്, പിന്നെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് അത് കൃപയാക്കിയിട്ട് മാറ്റും കേട്ടോ. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് പ്രഭാഷക പുസ്തകം 38:10 വചനം പറയാണ്, നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുക, ഹൃദയത്തിൽ നിന്ന് പാപം കഴുകുക. ഹൃദയത്തിൽ നിന്ന് പാപം കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. നമ്മുടെ പല തീരുമാനങ്ങളും, നമ്മളെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ, കൃപയുടെ തീരുമാനങ്ങളൊക്കെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഹൃദയത്തിലെ പാപം കഴുകി കളഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ അതേപോലെ അച്ചട്ടായിട്ടിരിക്കുന്നുണ്ട്. അവിടെ അതുപോലെ ഈ കറ പിടിച്ച് ക്ലാവ് പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ പാപം ഹൃദയത്തിലിരിക്കുകയാണ്. അത് കഴുകി കളയാത്തിടത്തോളം കാലം അതിന് ഈശോയുടെ തിരുരക്തത്തിന് വലിയൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റോസമിസ്റ്റിക മാതാവിന്റെ തിരുനാളല്ല 13-ാം തീയതി, ശരിക്കും അമ്മ വഴി പ്രത്യേകിച്ച് ദിവസങ്ങളൊക്കെ സമ്പൂർണ്ണ ജപമാല, 4 ജപമാലകൾ. ഇപ്പം നമുക്ക് കുടുംബ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ട് 4 ജപമാലയാണെങ്കിൽ 3 ജപമാല നമ്മൾ തന്നെ ചെല്ലിയാൽ മതിയില്ലേ. സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഹൃദയത്തിൽ നമുക്കറിയാം ഏതൊക്കെ പാപത്തിന്റെ മേഖലയാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നതെന്ന് ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശോ തന്റെ തിരുരക്തം കൊണ്ട് കഴുകും. അമ്മ അതിനുവേണ്ടി നമുക്ക് മാധ്യസ്ഥം ചെയ്യും. ഹല്ലേലൂയ. പിന്നെ വരുന്ന വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടല്ലോ. ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.